നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വിജയകരമായി വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓട്ടം തുടരുകയാണ്. നിരവധി ആളുകളാണ് ദിവസവും വന്ദേ ഭാരതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഒരു ഭാഗത്ത് നിന്ന് ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും യാത്രക്കാർ വന്ദേ ഭാരതിന്റെ അതിവേഗത്തിനൊപ്പം കുതിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ടിക്കറ്റ് ബുക്കിംഗ് ശതമാനമെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ വന്ദേ ഭാരതിന്റെ എല്ലാ സർവീസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ദിവസം വിറ്റുപോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും വന്ദേ ഭാരതിനെ രാഷ്ട്രീയമൊന്നും ഇതിൽ കാര്യമാക്കുന്നില്ല. എല്ലാവരും വന്ദേ ഭാരതിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. പക്ഷേ എന്നിരുന്നാലും വന്ദേ ഭാരത് ആദ്യമായിട്ട് കേരളത്തിൽ ഓട്ടം തുടങ്ങിയതിൻ്റെ ഒരാഴ്ച പിന്നിടുമ്പോഴും വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വന്ദേ ഭാരതിൻ്റെ ചില്ലുകൾ തകരാൻ ഇടയായിട്ടുണ്ടായിരുന്നു. പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വന്ദേ ഭാരത് കടന്നു പോകുന്ന വഴിയിൽ ആളില്ലാത്ത, ചിലപ്പോൾ വനത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ആളില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ വന്ദേ ഭാരതിന് നേരെ നിരന്തരം കല്ലേറുണ്ടാകുന്നത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ അപൂർവമാണ്. പക്ഷേ വന്ദേ ഭാരത് വന്നതിന് ശേഷം ഒരുപാട് സംഭവങ്ങളാണ് വന്ദേ ഭാരതിന് നേരെയുള്ള കല്ലേറുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ ഇത്തരത്തിൽ വന്ദേ ഭാരതിന് കല്ലേറുണ്ടായപ്പോൾ അവർ പ്രതികൾ അന്വേഷിച്ച് ചെന്നപ്പോൾ അത് കുഞ്ഞു കുട്ടികളാണ്, അതായത് 18 വയസ്സിന് താഴെയായിട്ടുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ വന്ദേ ഭാരതിന് നേരെ അല്ലെങ്കിൽ കല്ലെറിഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയെന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ വീണ്ടും കല്ലേറുണ്ടായിട്ടുണ്ട്. കല്ലേറിൽ ട്രെയിനിൻ്റെ ചില്ലിൽ വിള്ളലുണ്ടായി. 20-631 തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. വൈകുന്നേരം 4:05 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് 4:50 കൊല്ലത്തെത്തുന്ന ട്രെയിൻ ഇരവിപുരം പിന്നിടുമ്പോഴാണ് കല്ലേറുണ്ടായത്. കൊല്ലത്തെത്തിയ ശേഷം റെയിൽവേ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. യാത്ര തുടരുന്നതിന് തടസ്സങ്ങളില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ട്രെയിൻ മംഗലാപുരത്തേക്ക് യാത്ര തുടർന്നു. സംഭവത്തിൽ റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ വിവിധയിടങ്ങളിൽ വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് ആദ്യം കല്ലേറുണ്ടായത്. സംഭവത്തിൽ അന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയായിരുന്നു അറസ്റ്റിലായിട്ടുണ്ടായിരുന്നത്. കണ്ണൂരിൽ വെച്ചും വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായി. കണ്ണൂരിൽ വെച്ചും വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ ഇത്തരത്തിൽ കല്ലേറുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ദേ ഭാരതിന്റെ ഗ്ലാസുകൾ അല്പം കൂടി കട്ടിയുള്ളതിനാൽ ചില്ല് തകരുന്ന അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന ഒരു അവസ്ഥയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചിലവ് ഏറുകയാണ്. കാരണം ഇതിന് ഗ്ലാസ് മാറ്റാനൊക്കെ പിന്നീട് ഒരുപാട് തുകയാണ് ആവശ്യമായി വരുന്നത്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ചില പ്രവർത്തനങ്ങളാണ് മൊത്തത്തിൽ എല്ലാ യാത്രക്കാർക്കും അത് ഒരുപോലെ ബുദ്ധിമുട്ടാക്കുന്നത്. കാരണം കേരളത്തിൽ ഇങ്ങനത്തെ സംഭവം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. പക്ഷേ വന്ദേ ഭാരത് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ട്രെയിനിന് നേരെ കല്ലേറുണ്ടായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം കൂടുതൽ വന്ദേ ഭാരത് എക്സ്പ്രസുകൾ കേരളത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയും നമുക്കുണ്ട്. ചെന്നൈ ICFൽ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വന്ദേ ഭാരത് റേക്ക് തിരുവനന്തപുരം കൊച്ചുവേളിയിൽ എത്തിച്ചത്. ഇതോടെ കേരളത്തിന്റെ 3ാം വന്ദേ ഭാരത് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷകളും സജീവമായിരുന്നു. എറണാകുളം ബംഗളൂരു റൂട്ടിൽ പുതിയ വന്ദേ ഭാരത് സർവീസ് നടത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. സമയക്രമം ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയായിരുന്നു പുതിയ റേക്ക് കേരളത്തിലേക്ക് എത്തിയത്. എന്നാൽ അത് പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ദക്ഷിണ റെയിൽവേക്ക് കീഴിൽ ആരംഭിക്കാൻ പോകുന്ന 2 വന്ദേ ഭാരതുകളിൽ ഒന്ന് എറണാകുളം ബംഗളൂരു റൂട്ടിലായിരിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് റേക്ക് ദക്ഷിണ പശ്ചിമ റെയിൽവേ കീഴിൽ കർണാടകയിൽ സർവീസ് നടത്താനായി കൊണ്ടുപോയത്. അതേസമയം ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന വന്ദേ ഭാരതിന്റെ സ്പെയർ റേക്ക് ഉപയോഗിച്ച് ബംഗളൂരു സർവീസ് ആരംഭിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും തിരക്കുള്ള ട്രെയിൻ റൂട്ടാണ് ബംഗളൂരിലേക്കുള്ളത്. ഈ സാഹചര്യത്തിൽ പുതിയ സർവീസിന് അവസരം ഒരുക്കുമോ എന്നാണ് അറിയേണ്ടത്. എറണാകുളം MP ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ളവർ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് അനുവദിക്കണമെന്ന ആവശ്യമായി എത്തിയിരുന്നു.